Hi guys, welcome back to my YouTube channel Sheikha Vlog. ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ട് ചാനൽ ആദ്യം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ കപ്സ റെസിപ്പിയാണ്. അപ്പോൾ നേരെ വീഡിയോ. അപ്പം നമുക്ക് ആദ്യം തന്നെ കപ്സപ്പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ 1 സ്പൂൺ കപ്സപ്പൊടി, 2 സ്പൂൺ മുളകും പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിയും 1 സ്പൂണ് ഓയിലും ഇത്തിരി ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ടേസ്റ്റ് വരുള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ കുക്കർ വെച്ച് അതിൽ ഓയിൽ വെച്ച് ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പം അടിപൊളിയായിട്ട് ചിക്കൻ പൊരിയുണ്ട്. അപ്പോൾ തക്കാളിയും ഉള്ളിയുമാണ് വേണ്ടത് മെയിൻ. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നല്ല ഗൈസ് ഇപ്പോൾ ടേസ്റ്റിന് ഇത് വരാൻ പോവാണ്. അപ്പോൾ നമുക്ക് കുരുമുളകും പിന്നെ ഏലക്കായും പിന്നെ നമ്മുടെ ഉള്ളിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ലോണം വാടി വരണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് ഇറച്ചി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുക, പിന്നെ പേസ്റ്റ് ആക്കുക. അപ്പോൾ ആദ്യം തന്നെ തക്കാളി ജ്യൂസ് ഇട്ടിട്ട് ഇഞ്ചി ഇട്ടെടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ 2 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് അരിയാണ് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ നല്ലോണം വെള്ളം പാർന്ന് നമ്മൾ കുതിർക്കാൻ വെക്കുക. അരി 10 മിനിറ്റ് ജസ്റ്റ് ഓയിൽ ഒഴിച്ച് ഒന്ന് വാട്ടിയെടുക്കുക. ഗായ്സ് ഇന്ന് കുക്ക് ചെയ്ത് ഞാനും ഉത്താത്തയും കൂടിയാണ്. അപ്പം നമുക്ക് കറുത്ത നാരങ്ങ ഇട്ട് അതിലേക്ക് അരി ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇപ്പം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു മാഗി ക്യൂബ്, നമ്മൾ 2 മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ഇതിൽ കാട്ടിയിട്ടുള്ളൂ. 2 മാഗി ക്യൂബ് ഇട്ട് ഒരു പിസിൽ അടിപ്പിക്കുക. എന്നതിന് ശേഷം വേണം നമുക്ക് അടിപൊളി ഗായ്സ് ഇത് മധുഹൂത് പോലെയായിരുന്നു ആയിട്ടുള്ളത്. ബട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനും ആദ്യം വെച്ചുകൊണ്ട് പറയല്ലോ, എനിക്ക് നല്ല കൈപ്പുണ്യം ഉണ്ട് പറഞ്ഞു. എന്നിട്ട് ഇപ്പം പറഞ്ഞു ഒന്നും കൂടി വെക്കുക. അപ്പോൾ ഏതായാലും അടിപൊളി ടേസ്റ്റ് ആയി. അപ്പം അടിപൊളി കപ്സ് ഇവിടെ റെഡിയാണ്. അപ്പം